ആൾക്കാർ പറയുന്നുണ്ട് ഇവിടെ ഈ അയാൾ തന്നെ പറയുന്നുണ്ട് ഇന്ന് സവർണന് മാത്രമുള്ളതാണ് ഇത്. സവർണനും അവർണനും എന്നൊക്കെ ഇപ്പോഴും ഉണ്ടോ? എവിടെയാണ് ഉള്ളത്? എനിക്കറിയത്തില്ല. സവർണനും അവർണനും അങ്ങനെ ഒന്നുമില്ല. ഇത് വെറുതെ ആൾക്കാരുടെ ഇടയിൽ വീണ്ടും ഈ അതിർവരമ്പുകൾ പണ്ടത്തെ പോലെ എല്ലാം പരിധി വരാനായിട്ട് നോക്കുകയാണ്. പിന്നെ ഈ സവർണൻ അവർണൻ എന്നൊക്കെ നമ്മൾ പറയുമ്പോഴത്തേക്ക് ഒരു കാര്യം കൂടെ ആലോചിക്കണം. ഈ നമ്പൂതിരി നായ അതിനകത്ത് ഫുൾ ഒരു നമ്പൂതിരി വന്നിട്ട് ഇത് ചെയ്യുമ്പോഴത്തേക്ക് പുള്ളിയെ എല്ലാവരും കൂടെ ചീത്ത പറയുന്നതാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ നമ്പൂതിരി എന്ന് പറഞ്ഞ ആ ഒരു ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിക്ക് എന്തെങ്കിലും പ്രയോജനം ഗവൺമെൻറ് ഇത് വരുന്നുണ്ടോ? ഒന്നുമില്ല. വെറുതെ ജാതിപ്പേര് വെച്ചത് കൊണ്ട് പുള്ളിയെ ഇപ്പം നാട്ടുകാർ വരെ എടുത്തിട്ട് വരുന്നത് ചെയ്യുന്നത്. പക്ഷേ ഈ നമുക്ക് മറ്റുള്ളവരെ പറയാനും പറ്റത്തില്ല. പക്ഷേ ഈ സവർണനെ ആരെന്ന് പറഞ്ഞാൽ ഇവിടെ ആരും ഒന്നും അതിനെതിരെ പ്രതികരിക്കാനും ഇല്ല, പ്രതിഷേധിക്കാറുമില്ല. ഒരു ഗവൺമെൻറ് ഓഫീസിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും കഷ്ടപ്പെട്ട് തന്നെയാണ് പഠിച്ച് പാസ്സായി വരുന്നത്. ഈ സംവരണം അയിത്തം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നവർ എന്തിനാണെങ്കിലും അവർക്കൊരു സംവരണ സീറ്റുണ്ട്. ഇത്ര പെർസെൻറ്റേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്ക് കയറാം, ഇവർക്ക് ഇത്ര പെർസെൻറ്റേജ് ഉണ്ടെങ്കിൽ ഇത്രയും മേടിക്കാം. പക്ഷേ അതേ സമയത്ത് ജനറലിലുള്ള ഒരാൾ 70-80% മേടിച്ചാൽ പോലും അവന് ജോലി കിട്ടുന്ന കാര്യത്തിൽ ഉറപ്പൊന്നുമില്ല. അപ്പോൾ പിന്നെ ഈ സംവരണം അതും ഇതും പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സംവരണം ഇങ്ങനെ നിങ്ങൾക്ക് തോന്നുക അവർണനും സവർണനും തോന്നുന്നവരാണെങ്കിൽ അവർ നാളെ തൊട്ട് ഞങ്ങൾക്ക് ഇത് വേണ്ട, ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് ഞങ്ങൾ മത്സര പരീക്ഷ വയ്ക്കുക, ഒരേപോലെ ഇത് ചെയ്യും, ഞങ്ങൾക്ക് ആരുടെയും ഇത് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ചെയ്യും. പക്ഷെ ഗവൺമെൻറ് കൊടുക്കുന്ന എല്ലാം വേണം. ബട്ട് ഒന്നും അവരെ പറയാനും പറ്റത്തില്ല. അതെന്താ അങ്ങനെ? പക്ഷെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പോലീസ് കേസായി ഇതായി. പക്ഷെ ഈ നമ്പൂതിരിയെ പറഞ്ഞ ആരെങ്കിലും ഒരാൾ ചോദിക്കുമോ? കേസാക്കുമോ? ഒന്നുമില്ല. എല്ലാവരും മനുഷ്യർ തന്നെയല്ല. പിന്നെ എന്താ ഈ അവർണൻ സവർണൻ എന്നൊക്കെ ഉള്ളൊരു വേർതിരിവ് അത് പണ്ടായിരുന്നു. ഇപ്പോൾ എൻ്റെ അറിവില്ല, ഞാൻ കണ്ടിട്ടുമില്ല, ഞാൻ ഇത് ചെയ്തിട്ടുമില്ല. സവർണനും അവർണനൊന്നും ഇപ്പം ഈ കാലത്തൊന്നുമില്ല. കാരണം ഞാനും ഒക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ കൂടെ പഠിച്ചുകൊണ്ടിരുന്നവരൊക്കെ ഉണ്ട്. നമ്മളും എല്ലാവരും ഒരേപോലെ തന്നെയാണ് കഴിഞ്ഞിരിക്കുന്നത്. ആരും സവർണനാണ് അവർണനാണ് നീ നീന്തരുത് നീ നോക്കുന്നത് അങ്ങനെ ഒന്നുമില്ല. പക്ഷെ എന്തെങ്കിലും ഒരു ഇത് വന്നു കഴിയുമ്പോഴത്തേക്കും നീ ഇതല്ലേ നീ അതല്ലേ ഞങ്ങൾ ഇതായത് കൊണ്ടാണ് ഒന്നുമല്ല. നമ്മൾ ആ കുട്ടി ലോൺ ആപ്പിൽ നിന്ന് ലോൺ എടുത്തു. ലോൺ ആപ്പുകാർക്ക് എതിരെ വേണം ആദ്യം കേസ് കൊടുക്കാനായിട്ട്. അവിടെയും ജാതിയാണ് ഫസ്റ്റ് വന്നത്. ലോൺ ആപ്പിൽ വേണം ആദ്യം നമ്മൾ കേസ് കൊടുക്കാനായിട്ട്. അതൊന്നും ആരും പറയുന്നില്ല, ചെയ്യുന്നില്ല. വെറുതെ എന്തോ പറയുന്നു, ആൾക്കാരെന്തോ എഴുതുന്നു, അതിൻ്റെ അടിയിൽ പോയി കുറേ പേര് എഴുതുന്നു. പക്ഷേ ഈ നമ്പൂതിരിയെ പറഞ്ഞത് നമ്പൂതിരി തിരിച്ചാൽ പറഞ്ഞിരുന്നെങ്കിൽ പുള്ളിക്കെതിരെ കേസ് കൊടുത്താൽ. അതാണ് നമ്മുടെ ഇവിടുത്തെ നിയമം. ഇതൊക്കെ മാറുന്ന കാലം കഴിഞ്ഞു. ആർക്കും ഒരു സംവരണത്തിൻ്റെ ഒരു ഇതുമില്ല. എല്ലാവരും പഠിക്കുക, എല്ലാവരും പരീക്ഷ എഴുതുക, പരീക്ഷയിൽ നല്ല മാർക്ക് വരുന്നവർ കയറി പോകുക. അല്ലാണ്ട് ഇവിടെ സംവരണത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ സംവരണമൊക്കെ വെച്ചിരിക്കുന്ന രാഷ്ട്രീയക്കാർ തന്നെയാണ്. കാരണം അവർക്ക് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അല്ലാണ്ട് മനുഷ്യരെ മനുഷ്യരായിട്ട് കാണുക, അല്ലാതെ ജാതി മതവും നോക്കി കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ഒന്നും എന്താ പറയുക, നമ്മളുടെ നാടേ നശിക്കും.